ഹായ് ഡിയേഴ്സ്, നമ്മുടെ ഇമ്മക്കുട്ടിയുടെ അംഗനവാടിയിലെ ഓണപരിപാടി ദിവസത്തെ വീഡിയോ ആണ്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇപ്പോൾ നല്ല പ്രോഗ്രാമായിരുന്നു. കുഞ്ഞുങ്ങളെല്ലാവരും കൂടി നല്ല രസമായിരുന്നു. വീടുകളിൽ നിന്നായിരുന്നു നമ്മൾ കറികളൊക്കെ കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ സേമിയ പായസമായിരുന്നു ഏറ്റിരുന്നത്. അപ്പോൾ ലാസ്റ്റിലാണ് തോരൻ ആരും ഏറ്റിട്ടില്ല എന്ന് അറിഞ്ഞത്. അപ്പോൾ നമ്മൾ ഓമയ്ക്ക വെച്ചിട്ടൊരു തോരനും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ വിളഞ്ഞു പോയിരുന്നു ഓമയ്ക്ക. പക്ഷേ അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ നല്ല തോരനായിരുന്നു കേട്ടോ. ആദ്യം നമ്മൾ സേമിയയ്ക്കുള്ള കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ പാല് നമ്മൾ അടുപ്പിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നെയ്യിൽ വറുത്തെടുക്കാനുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ നമ്മൾ നെയ്യിൽ വറുത്തെടുക്കുകയാണ്. ഈ ഒരു പരുവം മതി. അപ്പോൾ അതിനുശേഷം നമ്മൾ മുന്തിരിയാണ് വറുത്തെടുക്കുന്നത്. മുന്തിരി നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. അതിൽ മണലും അഴുക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ലതുപോലെ കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അല്ലെങ്കിൽ മണലും അഴുക്കും എല്ലാം കൂടി ആയിരിക്കും നമ്മുടെ വയറ്റിലേക്ക് പോവുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ പാല് ചൂടായി വരുമ്പോൾ നമ്മൾ ചൗവരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സേമിയ ഇതേപോലെയാണ് വറുത്തെടുത്തത്. പണ്ടൊരിക്കലും ഞാൻ ഒരുപാട് മൂപ്പിച്ചെടുത്തപ്പോൾ നമുക്ക് സേമിയ വെച്ചപ്പോൾ ടേസ്റ്റ് ഇല്ലാത്തതായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ ഒരുപാട് മൂപ്പിച്ചില്ല. അതിനുശേഷം കുറച്ച് പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര കൂടി ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ വീഡിയോയിൽ പഞ്ചസാര ചേർക്കുന്നത് കിട്ടിയിട്ടില്ല. അപ്പോൾ പഞ്ചസാരയും സേമിയയും കൂടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നല്ലതായിട്ട് ഇളക്കി ഫുൾ ഫ്ലെയിമിലാണ് വേവിച്ചത്. അപ്പോൾ അതിനുശേഷം ഇത് ഓമയ്ക്കയുടെ കാര്യം കൂടെ, തോരൻ്റെ കാര്യം കൂടെ ശ്രദ്ധിച്ചതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങ് വെന്തു. നമ്മൾ അതിനുശേഷം നമ്മുടെ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തു. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിയും കൂടെ വറുത്തത് കൂടി നമ്മൾ ലാസ്റ്റിൽ ചേർത്ത് കൊടുത്ത് തീ ഓഫ് ചെയ്തു. അപ്പോൾ സേമിയ സക്സസ് ആയിട്ട് വന്നു. ഇടയ്ക്ക് അങ്ങ് കുറുകി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും കുറച്ച് പാല് തിളപ്പിച്ച് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറുകി പോകുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ തോരൻ്റെ കാര്യമാണ് നോക്കിയത്. ഇതാണ് പൊങ്ങെന്ന് പറയുന്ന സാധനം. ഇത് തേങ്ങ മുളച്ച് വരുന്നതാണ്. അപ്പോൾ ഞാൻ തേങ്ങ പൊട്ടിച്ചപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ അത് കാണിച്ചതാണ്. അപ്പോൾ ഓമയ്ക്ക് നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ജീരകം, വെളുത്തുള്ളി, പിന്നെ പഴുത്ത ഓമയ്ക്കായിരുന്നു എടുത്തത്. അതുകൊണ്ട് നമ്മൾ ഇത്ര പച്ചമുളക് എടുക്കുന്നുണ്ട്. പച്ചമുളക് കുറച്ച് കൂട്ടിയാണ് എടുത്തത്. അപ്പോൾ അത് അരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടി കുറച്ച് തേങ്ങ കൂടി നമ്മൾ ജാറിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ അതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ചതച്ചെടുത്തതിന് ശേഷം നമ്മളത് ബാക്കി ഉണ്ടായിരുന്ന തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഇതുപോലെ ഞെവിടി എടുക്കണം. നല്ലതുപോലെ തന്നെ കൈകൊണ്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ അരച്ചെടുത്താൽ ചിലപ്പോൾ തോരൻ്റെ ആ ഒരു ഭംഗി കിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഞെരടി ചേർത്തത്. അതിനുശേഷം നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് കൊച്ചുള്ളി, ഒരു 7-8 കൊച്ചുള്ളി അരിഞ്ഞത്, വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് നമ്മൾ മൂപ്പിച്ച് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. അതോട് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓമയ്ക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് വിളഞ്ഞു പോയ ഓമയ്ക്കായിരുന്നു. അതുകൊണ്ട് പച്ചമുളക് നമ്മൾ കൂട്ടിയെടുത്തത്. വിളഞ്ഞു പോയ ഓമയ്ക്കയ്ക്ക് കുഴപ്പമൊന്നുമില്ല, തോരന് നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ പച്ചമുളക് കുറച്ച് കൂട്ടിയെടുത്താൽ മതിയാകും. അപ്പോൾ അതിനുശേഷം നമ്മൾ അരപ്പൂടി ചേർത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് കുറച്ച് മാത്രം, വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല എങ്കിലും കുറച്ച് നമ്മൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 4 ഓമയ്ക്കായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു. അതിനുശേഷം അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് വൻപയർ കുക്കറിൽ വെച്ച് വേവിച്ചത് നമ്മളതിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൻപയർ ഓമയ്ക്കയും കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനായിരുന്നു കിട്ടിയത്. അപ്പോൾ നമ്മൾ വിളഞ്ഞ ഓമയ്ക്കായത് കാരണം പച്ചമുളക് കൂട്ടിയെടുത്തതുകൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് ഓട്ടോയിലേക്ക് കയറ്റുകയാണ്. അജോ ചേട്ടായി ആയിരുന്നു സഹായിക്കാൻ വന്നത്. അപ്പോൾ ഓട്ടോയിലേക്ക് ഇതെല്ലാം കയറ്റി നമ്മൾ അംഗനവാടിയിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ ഓട്ടോയിൽ പായസവും തോരനുമായിട്ട് കയറി. കുഞ്ഞ് അജോ ചേട്ടായുടെ അമ്മുച്ചേച്ചിയുടെയും കൂടെയാണ്, ബൈക്കിലാണ് വന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പുറത്തെ ഓഡിറ്റോറിയത്തിൽ കല്യാണമായതുകൊണ്ട് നല്ല തിരക്കായിരുന്നു പുറത്ത്. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അംഗനവാടിയിലേക്ക്. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു. നല്ല പ്രോഗ്രാമൊക്കെ ആയിരുന്നു. എല്ലാവരും, അമ്മമാരും ടീച്ചേഴ്സും ഒക്കെ നല്ല സഹകരണമായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ അംഗനവാടിയിലേക്ക് ഓണപ്പരിപാടി അങ്ങനെയൊക്കെ വരുമ്പോൾ
നമുക്കൊരു പ്രത്യേക സന്തോഷമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇത് പമ്പയാറാണ് കേട്ടോ. പമ്പയാറിൻ്റെ പാലത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത് തന്നെയാണ് അംഗനവാടി. കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ, ഒരു 30 രൂപ പോയിൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അംഗനവാടി എത്തി. അപ്പോൾ അംഗനവാടിയിൽ എത്തിയപ്പോൾ ആദ്യം അമ്മയും കൂടി അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇമക്കുട്ടിയും അജു ചേട്ടായുടെയും അമ്മു ചേച്ചിയുടെയും കൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ കുഞ്ഞിനെ കൊണ്ട് വിട്ടിട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ ഞങ്ങൾ അത്തപ്പൂക്കളമൊക്കെ കണ്ടു. ഇങ്ങനെ എല്ലാവരും കൂടി നിൽക്കുകയാണ്. കൂട്ടുകാരെല്ലാം കൂടെ കണ്ടപ്പോൾ സന്തോഷമൊക്കെ പങ്കുവെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. രസമായിരുന്നു. ഞങ്ങൾ കുറച്ച് ലേറ്റായിപ്പോയി എത്താനായിട്ട്. എങ്കിലും പ്രോഗ്രാമൊന്നും തുടങ്ങിയിരുന്നില്ല, അത്തപ്പൂക്കള ഇടയിൽ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നിന്ന് എല്ലാവരും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത്തത്തിന് ചുറ്റും ഇരുത്തി ഫോട്ടോസൊക്കെ എടുത്തു ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂടി. അവിടെ ചെന്നപ്പോഴാണ് എല്ലാവരും പിങ്ക് ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത്. ഞാൻ ഇമ്മക്കുട്ടിക്ക് പിങ്ക് ഡ്രസ്സ് ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും പട്ടുപാവാടയൊക്കെ ആയിരിക്കും ഇട്ടുകൊണ്ട് വരികയെന്ന് വിചാരിച്ചു. പക്ഷെ ചെന്നപ്പോൾ എല്ലാവരും പിങ്ക് ഡ്രസ്സായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും അമ്മമാരും ടീച്ചേഴ്സ് എല്ലാം കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം കുറച്ച് നേരം പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാവരും ഡാൻസൊക്കെ ആയിരുന്നു. അതിനുശേഷം കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. മിഠായി തുറക്കൽ, കസേരകളി ഒക്കെ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് ഡാൻസാണ്. ഇത് കഴിയുമ്പോൾ ഇമ്മക്കുട്ടിയുടെ ഒരു പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ മിഠായി പെറുക്കലിന് വേണ്ടിയിട്ട് മിഠായി ഇനി എത്താത്തത് കാരണം ഞങ്ങൾ ചെറുപയർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇമ്മക്കുട്ടിക്ക് മിഠായി പെറുക്കലിന് സെക്കൻഡ് പ്രൈസാണ് കിട്ടിയത്. രസമായിരുന്നു. കൈ കുഴിച്ച് പിടിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു കുഞ്ഞുങ്ങൾക്ക്. പിന്നെ എല്ലാവരും അമ്മമാരൊക്കെ പറഞ്ഞൊക്കെ കൊടുത്തു. അപ്പോൾ ഇത് ശ്രദ്ധക്കുട്ടിയുടെ ഡാൻസാണ്. പിന്നെ ആദിയുടെ അനിയൻ വാവയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് കസേരകളിയായിരുന്നു. കസേരകളിയൊക്കെ ആദ്യമായിട്ട് ഇമ്മക്കുട്ടിയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ സിന്ധു ടീച്ചറും കൂടെ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കയറിയിട്ടുണ്ട് ക്യൂവിൽ. രസമായിരുന്നു. ഇമ്മക്കുട്ടി 2-3 റൗണ്ട് വരെയൊക്കെ വന്നു. അതിനുശേഷം ഔട്ടായിപ്പോയി. രസമായിരുന്നു. നല്ല രസമുള്ളൊരു പ്രോഗ്രാമായിരുന്നു അത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം അങ്ങനെ ഈ വർഷത്തെ ഓണം അംഗനവാടിയിലായിരുന്നു ആഘോഷിച്ചിരുന്നത്. ഓക്കെ, നല്ല ഭംഗിയുള്ളൊരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കസേര കളി ഏകദേശം കഴിയാറായിരിക്കുന്നു. അപ്പോൾ ഇസയും വേറൊരു മോളാണ്, അംഗനവാടിയിലെ കുട്ടിയല്ല. അപ്പോൾ അവർ രണ്ടുപേരാണ് ഫൈനലിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈസക്കുട്ടിക്ക് സെക്കൻഡ് പ്രൈസാണ് കിട്ടിയത്. ഈസക്കുട്ടി ഈമയുടെ ആത്മാർത്ഥ സുഹൃത്താണ്. ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് ഈമയും ഈസയും. ഉറങ്ങുമ്പോൾ വരെ രണ്ടുപേരും കൈകോർത്ത് പിടിച്ചാണ് ഉറങ്ങുന്നതെന്നാണ് ടീച്ചർ പറയാറുള്ളത്. അപ്പോൾ ഈമയും ഈസയും കൂടെ ഒരു പെർഫോമൻസ് അടുത്തായിട്ട് ഒരു പാട്ടിനൊപ്പം ഭയങ്കര ഡാൻസായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ആ ഡാൻസ് കാണാനായിട്ട്. അപ്പം ഞാനത് നിന്ന് വീഡിയോ എടുത്തു. പെട്ടെന്നായിരുന്നു ആ പാട്ട് കേട്ടത്, വിമയുടെ ഡാൻസൊക്കെ കണ്ടത്. ഒരിടത്ത് തന്നെ നിന്നുകൊണ്ടുള്ള ഡാൻസായിരുന്നു. പക്ഷെ അത് കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ആദിക്കുഞ്ഞു വാവയും ശ്രദ്ധയും കൂടി ഡാൻസ് ചെയ്യുന്നുണ്ട്. നല്ല രസമുള്ളൊരു പ്രോഗ്രാമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടീച്ചർമാരും അമ്മമാരും എല്ലാം കൂടെ ചേർന്നിട്ടൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതുവരെയും അങ്ങനെ എല്ലാവരും 4 ആൾ കൂടുന്നിടത്തൊക്കെ അങ്ങനെ പ്രോഗ്രാംസൊക്കെ എങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ആദ്യമായിട്ടായിരുന്നു ഇത്. നല്ലൊരു പുതിയൊരു അനുഭവമായിരുന്നു. ഒക്കെ ഇഷ്ടപ്പെട്ടു. ഒരു തിരുവാതിര മോഡൽ ആയിരുന്നു. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. ടീച്ചേഴ്സ് എല്ലാം അമ്മമാരൊന്നും മടി കാണിച്ചില്ല. സിന്ധു ടീച്ചറായിരുന്നു എല്ലാവരെയും വിളിച്ചത് ഇതുപോലെ തിരുവാതിര കളിക്കാനായിട്ട്. പക്ഷെ എല്ലാവരും അപ്പോൾ തന്നെ എണീറ്റ് വന്നു. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ്, നല്ല സന്തോഷമായിരുന്നു. അപ്പോൾ തിരുവാതിരയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഓണസദ്യ കഴിക്കാനുള്ള തിരക്കിലായിരുന്നു. ആദ്യം കുഞ്ഞുങ്ങളെയാണ് ഇരുത്തിയത്. അപ്പോൾ തിരുവാതിര കളി കഴിഞ്ഞു. അതിനുശേഷം ഞാൻ കുഞ്ഞുങ്ങളെയാണ് ഇരുത്തിയത്. ഇമ്മക്കുട്ടിക്ക് തനിയെ വാരി കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തന്നെ അങ്ങനെ കഴിക്കാറേ ഇല്ല.
അതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര സ്ലോ ആണ് അംഗനവാടിയിൽ ചെല്ലുമ്പോൾ. എല്ലാവരെയും ഇരുത്തിയിട്ടുണ്ട്. അതിനുശേഷം അമ്മമാരായിരുന്നു ഇരുന്നത്. അതിനുശേഷം അപ്പോൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. എല്ലാവരും വീട്ടിലേക്ക് പോയി. അപ്പോൾ ആദിയുടെ വാവയും എല്ലാവരും കൂടെ പുറത്തിറങ്ങി നിൽക്കുന്ന ഒരു വീഡിയോ ആണ്. നല്ല പ്രോഗ്രാമായിരുന്നു, നല്ല രസമായിരുന്നു.